ഹേ ഗായ്സ്, എൻ്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ. രാവിലെ തന്നെ എൻ്റെ അടിച്ചുവാരി തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാപ്പി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വേദനുള്ള സ്നാക്ക് ബോക്സിലേക്കുള്ള കുക്കിങ്ങൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി പീസ്ഫുള്ളി റൂട്ടിൽ നടത്തുന്ന ആരെങ്കിലുമൊക്കെ പോകണ്ടോ, അല്ലെങ്കിൽ കിളികൾ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി ഇവിടെ കുറച്ച് നേരം അങ്ങനെ വേദന വിളിക്കുന്ന വരെ ഞാനിങ്ങനെ ഇവിടെ ഇരിക്കും. അത് വേദന വിളിക്കാൻ പോകുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു സ്നാക്ക് ബോക്സ് അങ്ങോട്ട് ആക്കി വെക്കാം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പാസ്തയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും കൂടുതലും പാസ്തയാണ് ഉണ്ടാക്കുക. എനിക്കിഷ്ടം അതാണ്. ഇവിടെ വേദനും അതൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഈ പാസ്തയിലൊന്നും അങ്ങനെ അൺഹെൽത്തി ആയിട്ടൊന്നുമില്ല കേട്ടോ. ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നത്. സോ ഹെൽത്തി വേയിലാണ് ഞാൻ പാസ്ത ഉണ്ടാക്കാറ്. അപ്പോൾ ഇതേ കുറച്ച് ഓറഞ്ചും കട്ട് ചെയ്ത് കൊടുത്തു. മറ്റേ സിട്രസൻ ഓറഞ്ച് ആയിരുന്നു കേട്ടോ. പിന്നെ വെള്ളക്കാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ടൈം ഉണ്ടായിരുന്നു, വളരെ നേരത്തെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങോട്ട് പാസ്ത തന്നെ ആക്കി കഴിച്ച് പിന്നെ വേഗം പിള്ളേരെ എണീപ്പിച്ച് ഇന്ന് നേതു എണീച്ചിട്ടുണ്ടായിരുന്നു. വേഗം അവരെ കുളിപ്പിച്ച് നേതുവിനും കവിളത്ത് ഒരു ഓയിൻമെൻറ്റ് ഉണ്ടായിരുന്നു തേക്കാൻ, അതൊക്കെ വേഗം തേച്ച് കൊടുത്തു. പിന്നെ ഇവന്മാരുടെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. കുളിപ്പിക്കൽ തന്നെ വലിയൊരു ചടങ്ങാണ്, രണ്ടുപേരും ബാത്റൂമിൽ കയറിയാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതേ പോസ് ചെയ്ത് നിൽക്കണുണ്ടില്ല രണ്ടാളും. വേദുവിനെ വേഗം ട്രൗസറും ബനിയനൊക്കെ ഇടിപ്പിച്ച് വേഗം ഞാൻ അവനെ ഫുഡ് കഴിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ ഈ ചെറുതും എനിക്കും എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഈ ചെറുതിന് ഞാൻ പിപ്പിരി മുടി കുന്നി ഈരി കൊടുത്തു. പിന്നെ ഇവന്മാരെ രണ്ടുപേരും ഇരുത്തി കഞ്ഞി കുടിപ്പിക്കുക എന്നുള്ളതാണ് വേറെ ടാസ്ക്. ചെറുതങ്ങനെ ഈസി ആയിട്ടൊന്നും ഇരുന്ന് തരില്ല. പിന്നെ ചെറുതിന് ടൈമുണ്ട്. അപ്പോൾ വേദുവിനെ ഫാസ്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുക. പിന്നെ അതേ വേദുവിൻ്റെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ചു. പിന്നെ ഈ മുടി ഒന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ടാസ്ക്കായിട്ടുള്ള വേറെ കാര്യം. അതങ്ങനെ അടങ്ങിയിരിക്കുകയൊന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെ ഞാനത് സെറ്റ് ചെയ്ത് സ്നാക്ക് ബോക്സൊക്കെ ബാഗിലൊക്കെ ആക്കി കൊടുത്ത് പിന്നെ ഞങ്ങൾ നേരത്തെ തന്നെ അമ്മയും കുട്ടികളും ഇവിടെ വന്നിരിക്കും. പിന്നെ ഇവിടെ കളിക്കും, ഫോട്ടോസ് എടുക്കും, വർത്താനം പറയും. ഞാൻ അവരെ പിടിച്ച് വല്ല മണ്ണിലോ വാരി അവരെ പിടിച്ച് അടിക്കും. ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും വണ്ടി വരണ വരെ. ഇവന്മാരിങ്ങനെ കളിപ്പിക്കുക, ഇതാക്കുക. അത് കണ്ടില്ലേ, ചെറുതിന്ന് നല്ല സ്നേഹത്തിലാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഇരുന്ന് തരില്ല കേട്ടോ. അപ്പോൾ ദേ വേദുവിനപ്പം മടി കയറിയിരിക്കണം. അപ്പോൾ എൻ്റെ തലയിൽ കയറിയിരിക്കുന്നത്. ഇവന്മാർ എന്തൊക്കെയാണ് ചെയ്തോളൂ. ഞാനൊന്ന് സെറ്റായി ഇവരെ കൂടെ കളിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇവരെൻ്റെ തലയിൽ കയറും ഗൈസ്. പിന്നെ അതേ കണ്ടില്ലേ, കളിക്കാനൊക്കെ ഇരുന്നു. കളിച്ച് തുടങ്ങുമ്പോഴേക്കും വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞാൻ എണീച്ച് വേദുവിനെ വണ്ടിയിലേക്ക് ആക്കി കൊടുത്തു. അതേ കണ്ടു കളിച്ച് തുടങ്ങിയുള്ളൂ അപ്പോഴത്തേനും വണ്ടി വന്നു ഗൈസ്. അപ്പോൾ നേതുവിനോട് അവിടെ നിൽക്കാൻ പറയുമെങ്കിലും അവന് ഇറങ്ങാണ്ട് സമാധാനം ഉണ്ടാവില്ല. അത് കണ്ടില്ലേ, വേഗം ഞാൻ അവനെ എടുത്തുകൊണ്ട് വന്ന് ഇനി ഇവനും ഞാനായിട്ടുള്ള യുദ്ധങ്ങളാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.